പണാധിപത്യത്തിനെതിരായുള്ള ഒരു ജനാധിപത്യത്തിന്റെ മുന്നേറ്റമാണ് പെരിന്തൽമണ്ണ നഗരസഭയിൽ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പണച്ചാക്കുകളെ ഇറക്കി പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കാനുള്ള ഒരു ഹീനമാർഗമാണ് CPM-ഉം LDF-ഉം ചെയ്യുന്നത്. അതിനെതിരായി ജനങ്ങൾ വളരെ ജാഗരൂകരായി തയ്യാറെടുപ്പ് കഴിഞ്ഞതിന്റെ ഒരു ഉന്മേഷവും ആവേശവുമാണ് ഇന്ന് എല്ലാ ബൂത്തുകളിലും കാണാൻ സാധിക്കുന്നത്. ജനാധിപത്യത്തിന്റെ പൂരാഘോഷത്തിൽ കൊടിയിറങ്ങി ഇന്ന് ജനങ്ങൾ വിധിയെഴുതുകയാണ്. ഇന്ന് ജനങ്ങളുടെ പൂരമാണ്. ജനം തീരുമാനിക്കുന്ന ജനാധിപത്യത്തിന്റെ ഏറ്റവും മനോഹരമായ പൂരാഘോഷത്തിന്റെ കൊടിയിറക്കത്തോടൊപ്പം അവസാനം ജനം വിധി എഴുതുകയാണ്. ഇന്ന് പെരിന്തൽമണ്ണ നഗരസഭയിലെ കാലങ്ങളായി ഭരിക്കുന്ന LDF-നെ വീഴ്ത്തി UDF ഇത്തവണ അധികാരത്തിലെത്തുമെന്നാണ് UDF നേതാക്കൾ നമ്മോട് നേരത്തെ പ്രതികരിച്ചത്. LDF മറിച്ചും പ്രതികരിച്ചു. നമ്മോടൊപ്പം KPCC ജനറൽ സെക്രട്ടറിയും ഈ പെരിന്തൽമണ്ണക്കാർക്ക് പ്രിയപ്പെട്ട ഒരു നേതാവുമായ V ബാബുരാജ് നമ്മോടൊപ്പം ഉണ്ട്. ബാബുരാജേട്ടാ, UDF വളരെ ആത്മവിശ്വാസത്തിലാണ്. ആത്മവിശ്വാസത്തിന്റെ കാരണങ്ങളൊക്കെ പല ഘട്ടങ്ങളിലായി നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ജനം വിധി എഴുതിക്കൊണ്ടിരിക്കുന്നു. എന്താണ് UDF-ന്റെ പ്രതീക്ഷ? പണാധിപത്യത്തിനെതിരായുള്ള ഒരു ജനാധിപത്യത്തിന്റെ മുന്നേറ്റമാണ് പെരിന്തൽമണ്ണ നഗരസഭയിൽ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പണച്ചാക്കുകളെ ഇറക്കി പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കാനുള്ള ഒരു ഹീനമാർഗമാണ് CPM-ഉം LDF-ഉം ചെയ്യുന്നത്. അതിനെതിരായി ജനങ്ങൾ വളരെ ജാഗരൂകരായി തയ്യാറെടുപ്പ് കഴിഞ്ഞതിന്റെ ഒരു ഉന്മേഷവും ആവേശവുമാണ് ഇന്ന് എല്ലാ ബൂത്തുകളിലും കാണാൻ സാധിക്കുന്നത്. 100% ഐക്യജനാധിപത്യ മുന്നണി പെരിന്തൽമണ്ണ നഗരസഭ ഭരിക്കും. 25 സീറ്റ് അധികം സീറ്റുകളിലൂടെയാണ് ഞങ്ങൾ ഇത് നേടിയെടുക്കാൻ പോകുന്നത്. അത് ഈ പെരിന്തൽമണ്ണക്കാർ കഴിഞ്ഞ 30 വർഷമായി അനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്നും കയറാനുള്ള ഒരു ശ്രമം കൂടിയാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ജനങ്ങളൊക്കെ വളരെയേറെ ആവേശത്തോടു കൂടിയാണ് UDF-നെയും UDF-ന്റെ സ്ഥാനാർത്ഥികളെയും നെഞ്ചിലേറ്റിട്ടുള്ളത്. അതുകൊണ്ട് യാതൊരു സംശയവും ഒരു ആശങ്കയും ഞങ്ങൾക്കില്ല. ഇത്തവണ 100% 25 സീറ്റിലധികമായി UDF പെരിന്തൽമണ്ണ നഗരസഭ ഭരിക്കും. ചില കോട്ടകളൊക്കെ ഇളക്കും, ചില കോട്ടകളൊക്കെ തകരും എന്ന രീതിയിൽ UDF-ന്റെ ചില നേതാക്കളൊക്കെ പറഞ്ഞിരുന്നു. LDF പ്രവർത്തകരും നേതാക്കളും പറഞ്ഞത് UDF-ന്റെ ചില കോട്ടകൾ ഇത്തവണ ഞങ്ങൾ പൊളിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇത്തവണ അങ്ങനെ കോട്ട പൊളിക്കലും കോട്ടയിളക്കലും ഒക്കെ നടന്ന് അത്ഭുതം, അതായത് മിറാക്കിൾ സംഭവിക്കാം എന്ന് ചില ആളുകളോട് പൊതുജനങ്ങളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നു. LDF-നാണ് സാധ്യത എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ചിലപ്പോൾ ചില അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞു. ആ അത്ഭുതം ഇത്തവണ ഈ പെരിന്തൽമണ്ണയിൽ സംഭവിച്ചേക്കുന്നു. ആ അത്ഭുതമാണ് പറയുന്നത്. പാതായിക്കര വില്ലേജ് CPM-ന്റെ കുത്തക ആയി ഉണ്ടായിരുന്ന പാതായിക്കര വില്ലേജാണ് ഇക്കുറി മാറി മറിയാൻ പോകുന്നത്. പെരിന്തൽമണ്ണ വില്ലേജിൽ ഞങ്ങൾക്ക് 100% ഞങ്ങൾക്ക് വിജയം ഉണ്ടായിരുന്നതാണ്. പക്ഷേ എരവിമംഗലം, കുന്നപ്പള്ളി, പാതായിക്കര മേഖലകളിൽ നിന്നും ഏറ്റവും കൂടുതൽ സീറ്റുകളോടെയാണ് UDF ഇപ്രാവശ്യം അധികാരത്തിൽ വരുന്നത്. അത് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം, പ്രയാസം, അവർ ഇത്രയും കാലം ഈ CPM-ന്റെ അടിമകളെ പോലെ നിന്നതിന്റെ അവരുടെയൊക്കെ ഒരു പ്രതികാരം കൂടിയാണ് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കാൻ പോകുന്നത്. അത് തന്നെയാണ് ബൂത്തിൽ ആളുകൾ കാണിക്കുന്ന ആവേശം, വോട്ടർമാർ കാണിക്കുന്ന ആവേശം. അത് ഈ CPM-നെതിരായുള്ള ശക്തമായൊരു വിധിയെഴുത്ത് തന്നെയാണ്. അതിൽ ശബരിമല ഇഷ്യൂ അടക്കമുള്ള കാര്യങ്ങൾ പ്രതിഫലിക്കും. ഈ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ കാലങ്ങളിൽ അവർ ചെയ്ത അഴിമതി കഥകൾ, ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ഇത്തവണ വിജയവും അധികാരത്തിലെത്തുക എന്നതൊക്കെ ഉറപ്പായി കഴിഞ്ഞു. 100% ഉറപ്പ്, 100% ഉറപ്പോടെ UDF ഇപ്രാവശ്യം അധികാരത്തിൽ വരും എന്ന കാര്യം ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. 25 സീറ്റിലധികം, ഞാൻ ആവർത്തിച്ച് പറയുന്നു, 25 സീറ്റിലധികം UDF ഭരിക്കും. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് KPCC ജനറൽ സെക്രട്ടറി V ബാബുരാജ് പ്രതികരിക്കുന്നത്. പ്രവർത്തകര്, നാട്ടുകാര്, UDF-നെ അനുകൂലിക്കുന്നവരെല്ലാം വളരെ ആവേശത്തിലാണെന്ന് പറയുന്നു. നാടൊന്നാകെ UDF-ന് അനുകൂലമാണ് അദ്ദേഹം പറയുന്നു. പല കാര്യങ്ങളും അദ്ദേഹം എടുത്തു പറയുന്ന കാര്യങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്തായാലും ആത്മവിശ്വാസമുണ്ട് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം. ഇനിയിപ്പോ ആര് വാഴണം, ആര് ജയിക്കണം എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല. നേരത്തെ പലവട്ടം ഞാൻ പറഞ്ഞതാണ്. ഇനി അവരുടെ വിജയം അങ്ങനെ ജനം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് എനിക്ക് പറയാൻ പറ്റൂ. എന്നാലും ജനം തീരുമാനിക്കട്ടെ എന്നാണ് അവസാനമായി ഒന്നുകൂടി എനിക്ക് പറയാനുള്ളത്. ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണ, ചാനൽ 10, പെരിന്തൽമണ്ണ. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.